ഓലിൻ നിന്റെ വീട് ഇവിടാണല്ലോ, നിന്റെ ബിൽഡിംഗ് 9 ആണോ? എങ്കിൽ പിന്നെ എന്റെ അപ്പുറത്തെ വീടാ എന്റെ ആന്റിയുടെ വീട്. പക്ഷെ ഞാൻ ഇതുവരെ നിന്നെ അവിടെ കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് ഇവളും ചോദിക്കുമ്പം ലിന്നാണ് പണിവാളിയാന്ന് പറഞ്ഞ് അവളും അത് പേടിച്ചിരിക്കും. അപ്പരാണ് സൗമ്യം, ഓ അതിനിപ്പോ എന്തുവാ, ലിന്ന് നമ്മളെ പോലെയാണോ? അവള് ഹോളിഡേക്കൊക്കെ വീട്ടിലിരുന്ന് പഠിക്കുമായിരിക്കും, അതുകൊണ്ടായിരിക്കും നീ കാണാത്ത അല്ലേ ലിൻ? എന്നിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവളാടെ പേടിച്ചോണ്ട് ഷൗമിയുടെ ദേഹത്ത് ഇങ്ങനെ കൈവയ്ക്കും. ആ അത് തന്നെ, വെക്കേഷന് ഞാൻ പഠിച്ചിട്ട് റൂമിൽ തന്നെ കടന്നുറങ്ങും, അതുകൊണ്ടായിരിക്കും എന്നെ പുറത്തു വെച്ചൊന്നും കാണാത്ത. അല്ലേലും ഞാൻ വീട്ടിലൊന്നും കാണത്തില്ല, കാരണം എപ്പോഴും എന്റെ പേരൻസ് എന്നെ വിളിച്ചോണ്ട് വിദേശി ട്രിപ്പിനൊക്കെയാ പോകുന്നത്. നിങ്ങളൊക്കെ വെക്കേഷനിൽ എവിടെ പോകുന്നത്? എന്നിട്ട് അവളും ചോദിക്കുമ്പോഴാണ് സൗമ്യം, ഓ നമ്മുടെ വെക്കേഷനൊക്കെ എന്തുവാ, ചുമ്മാ വീട്ടിൽ കിടന്നുറങ്ങത്തേ ഉള്ളൂ. വെക്കേഷൻ എന്ന് പറഞ്ഞ പോലെ ഓർമ്മ വന്ന്, നമുക്ക് ഈ വെക്കേഷന് ഫെറിസ് വീലിൽ കയറിയാലോ? ആർക്കെങ്കിലും എന്റെ കൂടെ വരാൻ താല്പര്യമുണ്ടോ? എന്നിട്ട് ഇവളും ചോദിക്കുമ്പോൾ അവളുടെ റൂംമേറ്റ് ആണ്, വെക്കേഷൻ സമയത്ത് എനിക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവിടേക്ക് രൂക്ഷയാണ് സൗമ്യം വിളിച്ചോണ്ട് പുറത്തേക്ക് പോകും. അങ്ങനെ അവൾ എന്തോ സസ്പെൻസ് ആയിട്ട് വിളിച്ചോണ്ടെന്ന് പറഞ്ഞ് അവന്റെ കൂടെ ചെല്ലുമ്പോഴാണ് ഇവ രണ്ടുപേരും ഷെയർ ചെയ്ത മെമ്മറീസ് എല്ലാം അവനൊരു ബുക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കും. അങ്ങനെ ഇത് കണ്ട് അവളാണ് മൊത്തം സന്ദേശത്തി ഇതൊക്കെ മൊത്തം ചൈൽഡിഷ് പരിപാടിയാന്ന് പറഞ്ഞ് അവനോട് തമാശ പറയുമ്പം, എങ്കിൽ പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല ബുക്ക് താന്ന് പറഞ്ഞ് അവനതങ്ങ് വാങ്ങിച്ചേക്കും. ഇതോടെ അവളും പോരേച്ചെന്ന് അവൻ്റെ അടുത്ത് വാങ്ങിക്കാൻ നോക്കുമ്പോഴാണ് അവനാണ് തരത്തിലെന്ന് പറഞ്ഞ് അവളുടെ ഒരു തമാശ കാണിച്ചോണ്ടിരിക്കും. അതോടെ അവളും പെട്ടെന്ന് അപ്സെറ്റ് ആയിരിക്കുന്ന പോലെ അവനോട് ആക്ഷൻ കാണിക്കുമ്പോൾ ഇവൻ ഈ ബുക്ക് നിനക്ക് വേണ്ടിയല്ലോ റെഡിയാക്കിയെന്ന് പറഞ്ഞ് അവളുടെ ഞാൻ കൊടുക്കും. അപ്പോഴാണ് അവൻ അവളുടെ പുറകെ ചാഞ്ഞോണ്ട്, ഓ ഇത് ഞാൻ റെഡിയാക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ചിലവരൊക്കെ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലേ. എന്നിട്ട് അവനും കളിയാക്കുമ്പോഴാണ് അവളും, രൂക്ഷി നീ ചുമ്മാ ഓവറായിട്ട് ആക്ട് ചെയ്യല്ലേ, ഞാൻ അങ്ങനെയൊന്നുമില്ല ഉദ്ദേശിച്ചത്. എന്നിട്ട് അവൾ നാണിച്ചിരിക്കുമ്പോഴാണ് അവനും, പിന്നെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നീ ക്ലാസ് വെച്ച് ഫെറിസ് വീലിലേക്ക് കയറണം എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു, അപ്പൊ നീ എന്നെ ഒന്നും വിളിക്കത്തില്ല? എന്നിട്ട് അവനെ അസൂയപ്പെടുമ്പോഴാണ് അവളും, ഓ ഞാൻ അവിടെ പോകണം തീരുമാനിച്ചപ്പോ തന്നെ ആദ്യം എനിക്ക് നിന്നെ ഓർമ്മ വന്നെ, മതിയോ? കൂടാതെ ഞാൻ യുവാനെ ലിന്നും കൂടെ വിളിക്കാം. എന്നിട്ട് ഇവളും പറഞ്ഞ ഉടനെ അവനങ്ങ് മൂടോട്ടാവും. ഇത് കണ്ട് അവൾക്ക് ചിരി വരുമ്പോഴാണ് ഇവനാണ് എന്നെ നോക്കി എന്തിനാ ചിരിക്കുന്നതെന്ന് അവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും, ഇവൻ ഈ ബുക്കിനകത്ത് എഴുതി വെച്ച പോലെ ഇവന് കുറെ ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞ് അവനാക്കിയിട്ട് അവിടെ നിന്ന് ഓടിപ്പോകും. എന്നിട്ട് ഇപ്പം അടുത്ത ദിവസം ഇവർ 4 പേരും കൂടെ ഫെറിസ് വീലിലേക്ക് പോകുമ്പോഴാണ് അതിനകത്ത് 2 പേർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് ഇതറിഞ്ഞ് ലിന്നാണ് യുവാൻ വേറെ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്, അവൻ വിഷമിച്ചിരിക്കാന്ന് പറയും. അതുകൊണ്ട് അവനെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഷൗമി അവന്റെ അടുത്തേക്ക് പോകാൻ പറയുമ്പോഴാണ് അവളെ സന്തോഷത്തിൽ ഞാൻ യുവാന്റെ കൂടെ കയറിക്കോളാൻ പറയും. അതോടെ യുവാന് ഭയങ്കര സന്തോഷം വന്ന ഉടനെ രൂക്ഷയാണ് പെട്ടെന്ന് ഓടിച്ചെന്ന് അവളെ വിളിച്ചോണ്ട് അവൻ അകത്തേക്ക് കയറും. ഇതോടെ അവളാണ് ഷോക്കായിട്ട് ഇവനിപ്പോ എന്തുവാ കാണിച്ചെന്ന് പറഞ്ഞ് അവനായിട്ട് വഴക്കുണ്ടാക്കാൻ നോക്കുമ്പോൾ രൂക്ഷയാണ് അവളോട് തർക്കിക്കും, ഷൗമി നിനക്ക് മനസാക്ഷി ഉണ്ടോ? 2 പേര് പോകണമെന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ മറന്നിട്ട് ഞാൻ നിന്റെ കൂടെ പറഞ്ഞെന്ന് ആലോചിച്ച്, പക്ഷെ നീ എന്നെ കുറിച്ച് വിചാരിച്ചില്ലല്ലോ. എനിക്ക് നെഞ്ചു വേനെടുക്കുന്ന ഷൗമി, ഞാൻ തകർന്നുപോയി. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അവളാണ് ദേഷ്യത്തിരിക്കും. ഇതേ സമയം യുവാനാണ് ലിന്റെ കൂടെ പോയി അവ 2 പേരാണ് ഒന്നും സംസാരിക്കാതെ സൈലന്റ് ആയിട്ട് വന്നോണ്ടിരിക്കും. അപ്പോഴാണ് ഇവർ ഹൈറ്റിലേക്ക് പോയതോടെ ഷൗമിയാണ് ചെറിയൊരു പേടിക്കാൻ തുടങ്ങും, കാരണം അവൾ ആദ്യമായിട്ടാണ് ഈ റൈഡിൽ കയറുന്നത്. ഇത് മനസ്സിലാക്കി രൂക്ഷ്യം അവൾ കഴിക്കാൻ ഒരു ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുമ്പോഴാണ് ഇവൻ പെമ്പിള്ളേരെ മൈക്കെടുക്കാൻ വേണ്ടി എപ്പോഴും ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൈവച്ചേക്കുമെന്ന് ചോദിക്കും. ഇതോടെ അവനാണ് മറ്റുള്ളവർക്ക് വേണ്ടിയൊന്നല്ല, നിനക്ക് മാത്രം ഞാൻ ഈ ചോക്ലേറ്റ് എടുത്തോളന്ന് അവനും പറഞ്ഞ് അവളെ മിണ്ടാതാക്കും. അതിനുശേഷം രൂക്ഷി അവളോട്, ഷൗമി ഞാൻ എന്തിനാ ആർട്സ് ചൂസ് ചെയ്ത് നിനക്കറിയോ? ഞാൻ ഇപ്പോഴും അവസാനമായിട്ട് ഒരു ഡ്രീം കണ്ടെത്തിയ, ഞാൻ ആക്ടിങ് ചെയ്യാൻ തീരുമാനിച്ചു, അതുകൊണ്ട് ആർട്സ് എടുത്തിട്ട് ഫിലിം അക്കാഡമി ജോയിൻ ആകാൻ പോവാ. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവളും, ഓ രൂഷി നീ ഫ്യൂച്ചറിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ആക്ടർ ആയിട്ട് വരും, അതിനുശേഷം നിന്റെ ഓട്ടോഗ്രാഫ് ഒക്കെ വിറ്റ് ഞാൻ കുറെ പൈസ ഉണ്ടാക്കും. എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവനും, ഓ എപ്പോഴും പൈസയിലുള്ള ചിന്തയല്ലേ, എന്നെക്കാളും നീയല്ലേ ഫേമസ് ആകാൻ പോകുന്നത്. കൂടാതെ ഈ വെക്കേഷൻ എനിക്ക് അങ്ങനെ ഒരു ഡ്രാമ ആക്ട് ചെയ്യാനും ഒരു ചാൻസ് തന്നിട്ടുണ്ട്, അത് കാണാൻ വേണ്ടി നീ വരുന്നോ? എന്നിട്ട് ഇവൻ ചോദിച്ചോടെ അവളും, പിന്നല്ലാതെ നിന്റെ ആക്ടിങ് എങ്ങനെയുണ്ട് ഞാനും നോക്കട്ടെ. എന്നിട്ട് ഇവരുണ്ട് സംസാരിച്ചോണ്ടിരും. പക്ഷെ പാവ യുവാനാണ് അവളുടെ അടുത്ത് എന്തോ സംസാരിക്കുന്ന അറിയാതെ 2 പേര് സൈലന്റ് ആയിട്ട് വന്നോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഷൗമി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് രൂക്ഷയാണ് ഇവള് ഫോൺ വിളിച്ചിട്ട് ഇവളിപ്പോ എവിടെ എത്തും ചോദിക്കും. അതോടെ അവളും ഇനി 2-3 സ്റ്റോപ്പും കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴാണ് അതുവരെ അവന്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കാൻ വേണ്ടി അവൻ ഇവളോട് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളെ സന്തോഷത്തി, രൂക്ഷി ഞാനിന്ന് കൊച്ചു വെച്ചല്ല, ഞാൻ ഇതിനും ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവനും, പക്ഷെ ഞാൻ കൊച്ചു വെച്ച, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ പോകുന്നത്, അതുകൊണ്ട് നീ വീടെത്തുന്നവരെ എന്റെ അടുത്ത് സംസാരിച്ചോണ്ടോ? എന്നിട്ട് അവൻ അവളോട് സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം രൂക്ഷി ആക്ടിങ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ഇത് കാണാൻ വേണ്ടി ഷൗമി അവിടേക്ക് വരും. അങ്ങനെ അവൾ ഇവൻ ആക്ട് ചെയ്യുന്നിട്ട് അവന്റെ കൂടെ ഇവൾ ആക്ട് ചെയ്യുന്ന പോലെ അവൾ സ്വപ്നം കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവിടെ ഒരു പൂച്ചയെ കണ്ടുടനെ ഇവള് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകും. അപ്പോഴാണ് ഇതുണ്ട് രൂക്ഷ്യം ഇവൾ അവിടെ പോയെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്തായിരിക്കും ഡയറക്ടറും കുറച്ച് സമയം ഇവരെ ബ്രേക്ക് എടുക്കാൻ പറയും. അതോടെ അവൻ അപ്പം തന്നെ ഷൗമേനെ അവിടേക്ക് ചെല്ലും. അങ്ങനെ അവൾ ആ പൂച്ചയെ കണ്ട് പേടിച്ചിരിക്കുമ്പോഴാണ് ഇവനാണ് ഈ പൂച്ച ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് അത് അവളുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്തും. അതിനുശേഷം അവൾ ആക്ടിങ് എങ്ങനെ പോയെന്ന് പറഞ്ഞ് അവനോട് ചോദിക്കുമ്പം അവനാണ് ഇതൊരു ഡ്രാമയിലെ സീനായതുകൊണ്ട് അവൻ ചെറുതായിട്ടൊന്ന് പേടിച്ചെന്നറിയും. ഇത് കേട്ട് അവൾക്ക് ഇത് വലിയ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഇവന്റെ ബെസ്റ്റ് കൊടുത്താല് അത് കാണാൻ പ്രൊഫഷണൽ ആയിട്ടിരിക്കത്തുള്ളെന്ന് അവളും കുറച്ച് അവനെ മോട്ടിവേറ്റ് ചെയ്യും. അതിനുശേഷം അവൾ ഹാർഡ്
ഹാർട്ട് ഷേപ്പ് ഒരു പേപ്പർ എടുത്തിട്ട് ഇത് കൂടെ ഉണ്ടെങ്കിൽ അവനെല്ലാം എളുപ്പമായിട്ട് മാറും പറഞ്ഞ് അവനെ ചീർ ചെയ്യുമ്പം ഡയറക്ടറാണ് വീണ്ടും ഇവനെ ആക്ട് ചെയ്യാൻ വേണ്ടി വിളിക്കും. അതിനുശേഷം അവനും ഓരോ സീനൊക്കെ ആക്ട് ചെയ്തതിനു ശേഷം ഇവളെ തന്ന ഹാർട്ട് എടുത്ത് അവനിങ്ങനെ കാണിക്കും. അതേസമയം ഇവിടെ ലിന്നാണ് അവളുടെ ഫാമിലി ആയിട്ട് ബീച്ച് ഹൗസിലേക്ക് പോയേക്കെന്ന് പറഞ്ഞ് അവളുടെ പേജിനകത്ത് പോസ്റ്റ് ഇട്ടോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ബാക്കി സ്റ്റുഡൻസ് ഒക്കെ ഇവളും കൂടെ ആ ഫോട്ടോയ്ക്ക് എത്തുന്ന ലുക്ക് ആയിരിക്കും എന്ന് പറഞ്ഞ് കുറച്ച് കമന്റ്സ് ഒക്കെ വരുമ്പോഴാണ് ഇവൾ ആ ഫോട്ടോയുടെ ഇടയ്ക്ക് നിന്ന് ആ ബ്യൂട്ടിഫുൾ പ്ലേസിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയും. അപ്പോഴായിരിക്കും സത്യത്തിൽ ലിന്റെ അവസ്ഥ നമുക്ക് കാണിക്കുന്നത്. അവളാണ് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട പ്ലേസില, പക്ഷെ ഇവൾ ദരിദ്രവാസിയാന്ന് മറ്റുള്ളവർ കളിയാക്കുമെന്ന് പറഞ്ഞ് അവൾ ഓരോ ഷോയൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് ഇത് കണ്ട് ഷൗമിയും ഇവള് ബീച്ച് ഹൗസിൽ പോയേക്കോന്ന് അറിഞ്ഞിട്ട് എങ്കിൽ പിന്നെ അടുത്ത വെക്കേഷനിൽ നമുക്ക് ഒരുമിച്ച് ഇറങ്ങാന്ന് അവൾക്ക് സന്തോഷത്തിൽ മെസ്സേജ് അയച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് രൂക്ഷ്യം ഷൗമി നീ ലിന്നായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്, നീ അത് നോക്ക് എന്നിട്ട് അവന് കാണിക്കുമ്പോഴാണ് ഇവരുടെ ഫ്രണ്ട് ലിന്നാണ് വേസ്റ്റ് വർക്ക് ഇട്ടോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളും അവള് ബീച്ച് ഹൗസിൽ പോയിട്ട് വന്നതാണ് ചിലപ്പോ. പിന്നെ ചാറ്റ് ചെയ്തോണ്ടിരുന്നപ്പോ അവളെന്തോ റോക്കറ്റ് എന്ന് പറഞ്ഞു അവൾ ചുമ്മാ തള്ളുവോ നിന്നോട് എന്നിട്ട് ഇവനും പറയുമ്പം ഷൗമിയാണ് അവൾ കാണാതിരിക്കാൻ വേണ്ടി മറഞ്ഞിരിക്കും. കാരണം ഇവളിവിടെ കണ്ടതുകൊണ്ട് ലിൻ വിഷമിക്കേണ്ടെന്ന്. രൂക്ഷി അവളെ കുറിച്ചുള്ള സത്യം നീ വേറെ ആരോടും പറയില്ലേ, അവൾക്ക് എന്തെങ്കിലും റീസൺ കാണും എന്നിട്ട് അവളും പറയുമ്പം അവന് വലിയ താല്പര്യമില്ലാതെ നിനക്ക് വേണ്ടി മാത്രം ആരോടും പറയുന്നില്ലെന്ന് അവനെ അവളും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇപ്പൊ ലിന്ന് വേസ്റ്റ് വർക്ക് എറിഞ്ഞിട്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അവളുടെ വീട്ടിലാണ് വമ്പൻ പ്രശ്നമായിരിക്കും. അങ്ങനെ അവളുടെ ചേട്ടനും നിങ്ങളുടെ മോൾക്ക് മാത്രമേ പൈസ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അവളുടെ അമ്മയായിട്ട് ഫോഴ്സ് ചെയ്തോണ്ടിരിക്കും. കാരണം ഇവന്റെ അച്ഛനെയാണ് അവളുടെ അമ്മ കല്യാണം കഴിച്ചേക്കുന്നത്. അങ്ങനെ ഇവര് പൈസ ഇല്ലെന്ന് പറഞ്ഞ ഉടനെ അവൻ അപ്പം തന്നെ ലിന്നിട്ട് ശല്യപ്പെടുത്താൻ തുടങ്ങും. എടി നിന്റെ പൈസയിൽ എനിക്ക് അടി, അമ്മ നിന്നെ കുറെ പൈസ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ട് അവന് തട്ടിപ്പറിക്കാൻ നോക്കുമ്പോഴാണ് ഇവളാണ് ഫീസ് അടയ്ക്കാൻ പോലും പൈസ ഇല്ലെന്ന് പറഞ്ഞ് അത് വാങ്ങിക്കാൻ വേണ്ടി നോക്കും. അതോടെ അവനാണ് ദേഷ്യത്തിൽ അവളിട്ട് അടിക്കും. അങ്ങനെ ഇവന്റെ ഉപദ്രവം മാത്രം പോരാതെ അവിടേക്ക് എന്റെ അച്ഛനാണ് ലിന്നെ അടിച്ച് പൊട്ടിച്ചിട്ട് നിനക്ക് എന്തുകൊണ്ട് എന്റെ മോന്റെ അടുത്ത് പൈസ തന്നാ എന്നിട്ട് അവരുടെ അവളിട്ട് ഉപദ്രവിക്കുമ്പോഴാണ് അവിടേക്ക് അവളുടെ അമ്മയൊന്ന് ഇവരേക്ക് പിടിച്ച് മാറ്റിവിടാൻ നോക്കും. അപ്പോഴാണ് അയാളും ദേഷ്യത്തി എടി ഇതെന്റെ വീടാ, ഇവിടെ ഞാൻ പറയുന്നത് മാത്രം കേട്ട് നീ ജീവിച്ചാൽ മതി. നിന്റെ ഒന്നിനും കൊള്ളാത്ത അച്ഛൻ അസുഖം വന്ന് പെട്ടെന്ന് തന്നെ മരിച്ചോയില്ല, അവിടെ നീ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്റെ മോനും ഞാനും പറയുന്നത് കേട്ടോണം എന്നിട്ട് അയാളും പറഞ്ഞിട്ട് പോകാൻ നോക്കുമ്പോൾ ഇവളാണ് ദേഷ്യപ്പെടും. നിങ്ങളെപ്പോഴും അവനെ മാത്രമല്ലേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, എനിക്ക് ഹോസ്റ്റലിൽ ചെന്ന് കഴിക്കാൻ പോലും പൈസ ഇല്ല, അവ ഈ പൈസ എടുത്തോണ്ട് മൊത്തം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഇവള് ദേഷ്യപ്പെടുമ്പോഴാണ് അയാളും മിണ്ടരുത് നീ, അതൊക്കെ നിന്റെ മരിച്ചോ അച്ഛനോട് ചെന്ന് പറ, ഇതെന്റെ വീടാടി എന്നിട്ട് അയാൾ ഫുള്ള് കുടിച്ചിട്ട് ഇവിടെ ബഹളം ഉണ്ടാക്കിയിട്ട് പോകും. അതിനുശേഷം വെക്കേഷനിലും കഴിഞ്ഞ് ഇവർ അടുത്ത സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് രൂക്ഷയാണ് അവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് വരും. അങ്ങനെ അതോടെ അവൾ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് എന്റെ പന്നിക്കുട്ടിയെ കഴിക്കാൻ വേണ്ടി ഞാൻ സ്നാക്സ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് അവളെ ഞാൻ കളിയാക്കും. എന്നിട്ട് ഇവരുടെ ഒരുമിച്ച് സൈക്കിൾ സ്കൂളിൽ പോകുമ്പോഴാണ് ഇത് കാണുന്ന യുവാനാണ് കുറച്ച് അപ്സെറ്റ് ആകും. അതേസമയം ലിന്നും അവൾ വിദേശത്ത് കറങ്ങിയതുപോലെ കുറെ ഗിഫ്റ്റ് ഒക്കെ കൈ കൊണ്ട് വന്നോണ്ടിരിക്കുക. അതിനുശേഷം അവൾ ക്ലാസിന്റെ പുറത്ത് വെച്ച് ഷൗമി മീറ്റ് ചെയ്യുമ്പോഴാണ് അവൾ വെക്കേഷന് ബീച്ച് ഹൗസിൽ ചെന്നപ്പോൾ കുറച്ച് ഇവർക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞ് 3 പേർക്ക് അത് കൊടുത്തോണ്ടിരിക്കും. പക്ഷെ രൂക്ഷയാണ് അത് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി ആ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതുകൊണ്ട് ഷൗമിയും ലിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച് അവന്റെ കൊടുക്കും. ഇതോടെ ലിന്നാണ് വിഷം വന്നിട്ട് അവളെ ഷൗമിയെ നോക്കുമ്പോൾ പുതിയ ഷൂവും ബാഗ് ഇട്ടേക്കുന്നുണ്ട്. അവൾക്ക് ചെറുതായിട്ട് മൂഡ് ഔട്ട് ആകും. അതിനെ ശിവാനാണ് അവനെങ്കിൽ പിന്നെ അവന്റെ ക്ലാസ്സിൽ പോകാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങും. അതിനെ ശിവാന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തിനും അവന്റെ അടുത്തും സംസാരിക്കും. എടാ യുവാൻ, ഈ തവണ ഞങ്ങളുടെ ചെന്നാണ് ഫസ്റ്റ് ജയിച്ചത്. കാരണം അവൻ ആഗ്രഹിച്ച പോലെ അവൻ ജർമ്മനി പഠിക്കാൻ പോയി. നിനക്ക് അവിടെ പഠിക്കാനല്ല ആഗ്രഹം, പക്ഷെ നിനക്ക് മുമ്പേ അവൻ അവിടെ പോയി. ഇനി നിങ്ങൾ തമ്മിൽ ചലഞ്ചൊക്കെ അവിടെ ചെന്ന് നടക്കട്ടെ. അപ്പോഴാണ് ഇത് കേട്ട് യുവാന്റെ കൂടെ സയൻസിലേക്ക് ചേർന്ന കൂട്ടുകാരനാണ് അച്ഛൻ ജർമ്മനി പോയാൻ ജയിക്കും. അപ്പോഴാണ് യുവാനും എടാ നീ എന്റെ ക്ലാസ്സിൽ തന്നെയല്ലേ പഠിക്കുന്നത് എന്നിട്ട് അവനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവന്മാരൊക്കെ യുവാനെ കണ്ട് വിഷമിച്ചിരിക്കും. ലീഡർ നീ ഇല്ല ഞങ്ങൾ ക്ലാസ് മൊത്തത്തിൽ ബോറടിക്കുക, എന്റെ ഹൃദയം തന്നെ തകർന്നു പോന്ന് എന്നിട്ട് ലീ പറയുമ്പോഴാണ് ഇത് കേട്ട് ജിന്നാണ് എടാ ലീ നിനക്ക് മനസാക്ഷിയുണ്ടോ, യുവാ മാത്രമല്ലല്ലേ നമ്മുടെ വേറൊരു കൂട്ടുകാരനില്ല, നീ അവനും കൂടെ ചേർത്തല്ലേ പറയണ്ട എന്നിട്ട് ഇവനും പറഞ്ഞോടെ ഇത് കേട്ട് അവനാണ് ചിരിച്ചിട്ട് അതൊന്നും കുഴപ്പമില്ല, എന്നെയും കൂടെ ഓർത്ത് വിഷമിക്കുവാണ് അവന്റെ ഹൃദയം മൊത്തത്തിൽ പിന്നെ തകർന്നു. അതിനെ ശിവല്ലാരും കൂടെ നമ്മൾ വേറെ ക്ലാസ് ആണെങ്കിലും മുമ്പ് പറഞ്ഞ പോലെ സീക്രട്ട് പ്ലേസേജ് കാണാന്ന് അവരൊക്കെ പ്രോമിസ് ചെയ്തിട്ട് പോകും. അതിനെ ഷാർട്സ് എടുത്ത് ഇവരൊക്കെ വേറെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ തവണ രൂക്ഷയുടെ സീറ്റ് ഇട്ടേക്കുന്ന ഷൗമിയുടെ അടുത്ത്. അതുകൊണ്ട് അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും. അതേസമയം അവൾ സന്തോഷപ്പെടുമ്പോഴാണ് ഇവിടെ ലിന്നാണ് ഒറ്റയ്ക്കായിരിക്കും. അതുകൊണ്ട് അവളെ ഓർത്ത് ഷൗമി ചെറുതായിട്ട് വിഷമിക്കും. അതിനുശേഷം ഇവരുടെ ക്ലാസ് ടീച്ചർ വരുമ്പോഴാണ് ഇവരെ മുമ്പ് അടിച്ച അതേ ടീച്ചറായിരിക്കും ഇവർ ക്ലാസ് ടീച്ചറായിട്ട് വരുന്നത്. അതിനുശേഷം ടീച്ചർ ഇവരോടൊക്കെ പറയും പിള്ളേരെ ഇതിനുമ്പ് ഞാൻ പഠിപ്പിച്ചവരും പിന്നെ ഇപ്പൊ പുതിയതായിട്ട് ചേർന്ന് എല്ലാരും കൂടെ എനിക്ക് ഒരേ പിള്ളേരാ, ഇനിയിപ്പോ നമുക്ക് പുതിയതായിട്ട് ഒരു ലീഡറിനെ ചൂസ് ചെയ്യാം. രൂക്ഷി ഇനി തൊട്ട് നീ ആയിരിക്കും ഇവിടുത്തെ ക്ലാസ് ലീഡർ എന്നിട്ട് ടീച്ചറും പറയുമ്പോൾ അവനാണ് അടുത്തിരുന്ന് ഷൗമിയായിട്ട് കളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ജിന്നാണ് അത് കണ്ടിട്ട് എടാ രൂക്ഷി ടീച്ചർ നിന്നെയാടാ വിളിക്കുന്നത് എന്നിട്ട് അവൻ പറഞ്ഞിട്ട് ഷൗമിയെ ചവിട്ട് കൊടുക്കുമ്പോഴാണ് ഇവനാണ് ദേഷ്യപ്പെടും. എന്തുവാണ് എന്നിട്ട് ചവിട്ടുന്നത്, നിന്റെ അടുത്ത് ഒന്നിരുന്ന് മോശമായി പോയല്ല എന്നിട്ട് അവൻ പറയുന്നിട്ട് എല്ലാവരും ചിരിക്കുമ്പോഴാണ് ടീച്ചർ ഇത് കണ്ട് എന്തോ രൂക്ഷി നിനക്ക് ആ സീറ്റ് ഇഷ്ടപ്പെട്ടില്ല, എങ്കിൽ പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അയ്യോ വേണ്ട ടീച്ചറെ, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ, എനിക്ക് ഇതിനേക്കാളും നല്ല സീറ്റ് കിട്ടത്തില്ല എന്നിട്ട് ഇവനും പറഞ്ഞിട്ട് അവളാണ് മൊത്തം നാണിച്ചിരിക്കും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ ശേഷം രൂക്ഷി ഷൗമി വിളിച്ചോണ്ട് പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് അവളാണ് അതിനുമ്പ് ലിന്റെ അടുത്ത് പുറത്തുനിന്ന് ഫുഡ് അടിക്കാൻ പറയും. പക്ഷെ അവളുടെ പൈസ ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ ഷൗമി അവളുടെ പുറകെ പോകാൻ നോക്കുമ്പോഴാണ് യുവാൻ അവളെ കണ്ട് സംസാരിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് ഇത് കണ്ട് അവൾ ലിന്റെ കൂടെ പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും.
അതിനേശ് യുവാനാണ് ഇവന്റെ മറ്റേ മെമ്മറി ബുക്കിനകത്ത് അവളെ എഴുതാൻ വേണ്ടി കൊണ്ടുവന്നേ. അങ്ങനെ അത് അവൻ അവളുടെ സീറ്റിൽ ചെന്ന് വയ്ക്കാൻ നോക്കുമ്പോഴാണ് ഇവളുടെ ഡെസ്ക് മേറ്റ് റൂക്ഷ എന്ന് അറിയും. അതോടെ അവനും കുറച്ച് ഷോക്കായിരിക്കുമ്പോഴാണ് രൂക്ഷയാണ് ഇവനെ കണ്ടിട്ട് ഇത് ഷൗമിയുടെ കൊടുക്കാനാണെങ്കിൽ അത് അവൻ കൊടുത്താളെന്ന് വാങ്ങിച്ചു വെക്കാൻ നോക്കും. പക്ഷെ ഇവനാണ് രൂക്ഷയുടെ കൊടുക്കാൻ മനസ്സാണത്തില്ല. ആളിയ ഞാൻ പിന്നെ കൊടുത്തോളാം കേട്ടോ, എനിക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ എഴുതാനുണ്ട്, നമുക്ക് വേണേ ഇപ്പൊ ക്യാൻറ്റീനിൽ പോവാം. എന്നിട്ട് അവന് രൂക്ഷം വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം ലിന്നും അവൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതെ പുറത്തേക്കുമ്പോഴാണ് അവിടേക്ക് ഷൗമിയോട് എത്തും. ലിൻ, നീ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? ഞാൻ നിന്നെ എവിടെയൊക്കെ തപ്പിന്നറിയാം. എന്നിട്ട് അവൾ അടുത്ത് വരുമ്പോഴാണ് ലിന്നും ഷൗമി നിന്നെ രൂക്ഷ ഫുഡ് കഴിക്കാൻ വിളിച്ചില്ലായിരുന്നു, നീ എന്താ അവന്റെ കൂടെ പോകാത്ത? എന്നിട്ട് ഇവള് കഴിക്കുമ്പോഴാണ് അവളും ഓ എനിക്ക് നിന്റെ കൂടെ കഴിക്കാൻ ആഗ്രഹം, പക്ഷെ ഷൗമി എനിക്കിപ്പോ വിശപ്പില്ല, നീ വേണേ പോയി കഴിച്ചോ. ഇല്ലല്ലേ, നിന്നെ കണ്ടിട്ട് കുറച്ച് വീക്കായിട്ട് തോന്നുന്നു, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എന്നിട്ട് അവളും വിളിക്കുമ്പോൾ എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞില്ലെന്ന് അവൾ ചെറുതായിട്ട് തള്ളിയിട്ട ഉടനെ അവളാണ് സ്ലിപ്പായി വീഴാൻ നോക്കും. ഇത് കണ്ട് ലിന്നും പേടിച്ചു പോയിട്ട് ഷൗമി ഞാൻ അറിയാതെ ചെയ്തു പോയതാ, സോറി എനിക്ക് പനി പിടിച്ചിരിക്കുക, അതുകൊണ്ട് എന്റെ മൂഡ് ഇപ്പൊ ശരിയല്ല. എന്നിട്ട് ഇവളും പറയുമ്പോഴാണ് ഷൗമി ഇത് വലിയ കാര്യമായിട്ട് എടുക്കാതെ ഓ ലിൻ അതൊന്നും കുഴപ്പമില്ല, നിനക്ക് പനിയാണെങ്കിൽ നീ ഫുഡ് കഴിക്കണ്ട, നീ കാരണം ഞാൻ ഇപ്പൊ വീഴാൻ പോയോണ്ട് അതിനാണ് നീ എന്റെ കൂടെ ഫുഡ് കഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇവളും വീണ്ടും വിളിക്കുമ്പോൾ അവളാണ് മൊത്തത്തിൽ വിഷമിച്ചിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവൾക്ക് വിഷം വന്നിട്ട് ലിൻ ഞാൻ ചുമ്മാ തമാശ പറഞ്ഞ, നീ തള്ളിവിട്ട് എനിക്ക് വേദന നിർത്തില്ല, പിന്നെ അത് പോട്ട് ഞാൻ വരുന്ന വഴിക്ക് നമ്മുടെ സ്കൂളിലെ റേഡിയോ സംസാരിക്കാൻ വേണ്ടി ആൾക്കാർ തപ്പിക്കൊണ്ടിരിക്കുവാന്ന്, നിനക്ക് അത് സംസാരിക്കാൻ താല്പര്യമുണ്ടല്ലോ, നീ വേണേ പേര് കൊടുക്ക്. എന്നിട്ട് ഇവളും പറഞ്ഞ ഉടനെ ലിന്നാണ് സന്തോഷത്തിൽ എങ്കിൽ പിന്നെ പേരെടുക്കാൻ ഇവളും കൂടെ വരുമെന്ന് ചോദിക്കും. അപ്പോഴാണ് ഷൗമിയും കൂടെ പറഞ്ഞെങ്കിൽ ഇവളുടെ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവരും ക്ലാസ് ചെയ്ത് നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് രൂക്ഷയാണ് ഇവിടെ നോട്ട്സ് ചെയ്തിട്ട് ഇവളുടെ കൊടുക്കും. എഴുതി ഇങ്ങനെ പതി ആ ബോർഡ് നോക്കി എഴുതിക്കൊണ്ടിരുന്ന അത് അവരെ മായ്ച്ചു കളയും, അതുകൊണ്ട് എന്റെ നോക്കി എഴുതിക്കോ. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ലിന്നാണ് അവളുടെ അടുത്തേക്ക് വരും. ഷൗമി നിന്നെ കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഇത് നോക്കി എഴുതിക്കോട്ടെ. എന്നിട്ട് അവൾ വന്ന ഉടനെ ഇവനാണ് ഇത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോഴാണ് ഷൗമി ഇവനെ നോക്കിയിട്ട് ആദ്യം ഇവൾ എഴുതിട്ട് പിന്നെ തന്നാതിന്ന് രൂക്ഷയുടെ നോട്ട് അവളുടെ കൊടുക്കും. അപ്പോഴാണ് അവിടേക്ക് യുവാനും വരുന്നത്. ഷൗമി ഞാനിപ്പോ നിന്റെ കൂടെ ഇല്ലാത്തോണ്ട് ഈ വെക്കേഷൻ സമയത്ത് നിനക്ക് വേണ്ടി ഞാൻ ഒരു നോട്ട് റെഡി ആക്കിയിട്ടുണ്ട്, ഇത് നോക്കി പഠിക്കുവാണെങ്കിൽ നിനക്ക് ആർട്സ് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. എന്നിട്ട് ഇവനും ബുക്ക് വന്ന ഉടനെ അവളാണ് ഭയങ്കര സന്തോഷിത്തി ഓ യുവാൻ നിന്റെ മനസ്സ് ഞാൻ സമ്മതിക്കണം, നിനക്ക് ഞാൻ തിരിച്ച് എന്തോ ചെയ്യാമെന്ന് എനിക്ക് പോലും ഒരു പിടിയില്ല. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് ഇവിടെ രൂക്ഷിക്കാണ് ഭയങ്കരമായിട്ട് അസി വന്നുകൊണ്ടിരിക്കും. കാരണം യുവാനും അവളോട് സ്നേഹമുണ്ടെന്ന് ഇവ മനസ്സിലാക്കി. അപ്പോഴാണ് അവരുടെ ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. രൂക്ഷ തടയാൻ നോക്കുമ്പോൾ അതിനുമ്പ് ലിന്നാണ് അവൾക്ക് ചെറിയ സംശയം ഉണ്ടെന്ന് പറഞ്ഞ് ഇവനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇൻട്രോലും കഴിഞ്ഞ് ടീച്ചർ ക്ലാസ്സിലേക്ക് വരുമ്പോഴാണ് ഇവർക്കെല്ലാം നാളെ ഒരു ഫംഗ്ഷന് വേണ്ടി ഇവർ ഇംഗ്ലീഷ് സാറ് എല്ലാവരും കൊണ്ട് ഡാൻസ് ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്ന പറയും. ഇത് കേട്ട് ലീയാണ് ഡാൻസ് കളിക്കുന്ന ഒറ്റയ്ക്കാണോ അല്ല വല്ല പെൺകുട്ടികൾ കൂടെ കാണുമെന്ന് ചോദിക്കും. ഇതോടെ ടീച്ചറും ചിലപ്പോൾ ഒരു ബോയും ഗേളും ഒരുമിച്ചായിരിക്കും പറഞ്ഞുടനെ അവരെല്ലാം മൊത്തത്തിൽ ഞങ്ങൾ നാണിക്കും. അങ്ങനെ രൂക്ഷയാണ് ഒരു പക്ഷേ ബോയും ഗേളാണ് നമ്മ രണ്ട് ടീമാന്ന് അവരൊക്കെ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ക്ലാസ് ടീച്ചർ എല്ലാവരും മിണ്ടായിരിക്കാൻ പറഞ്ഞിട്ട് ഇവരുടെ ഡാൻസ് പെയർ ചൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് സാറാന്ന് പറയും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ടീച്ചർ സെലക്ട് ചെയ്യുന്ന ലിന്നിനെയാ. അങ്ങനെ അതോടെ അവളുടെ പണി നമുക്കറിയാം, ഇവൾക്ക് രൂക്ഷയുടെ കൂടെ ഡാൻസ് കളിക്കാനാണ് താല്പര്യം. അതുകൊണ്ട് നൈസിന് ഇംഗ്ലീഷ് സാറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് സാറ് ഡാൻസിനുള്ള പെയറൊക്കെ റെഡി ആക്കാൻ ചോദിക്കും. അപ്പോഴാണ് സാറ് ഇവളെ കണ്ട് ഓ മോളെ നിനക്ക് നിന്റെ ക്ലാസ്സിലുള്ള പിള്ളേരെ നല്ലോണം അറിയാല്ലേ, എനിക്ക് ചൂസ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്, നീ തന്നെ ആരൊക്കെ ചേർന്ന് ഡിസ്കസ് ചെയ്ത് ഒരു ലിസ്റ്റ് റെഡിയാക്ക്. എന്നിട്ട് ആ പണി അവളുടെ അടുത്ത് കൊടുക്കും. അതോടെ നമ്മളെല്ലാം വിചാരിച്ച പോലെ ഇപ്പൊ അടുത്ത ദിവസം രൂക്ഷയ്ക്ക് പെയറായിട്ട് വരുന്ന ഷൗമി അല്ല ലിന്നായിരിക്കും. കാരണം ഇത് അവള് ചെയ്ത പരിപാടിയാ. അതേപോലെ ഷൗമിയുടെ പേര് യുവാന, അതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഇതേ സമയം ഇവന്റെ കൂട്ടുകാരിക്കാണ് അതൊട്ടും തന്നെ ഇഷ്ടപ്പെടത്തില്ല. കാരണം അവൾക്ക് യുവാന്റെ കൂടെ പെയറാകാനാ താല്പര്യം. അങ്ങനെ അവസാനം ഇവരെല്ലാം പെയറായിട്ട് നിൽക്കുമ്പോഴാണ് സാർ അടുത്തേക്ക് വന്നിട്ട് ഇവരെ പഠിപ്പിച്ച ബേസിക് സ്റ്റെപ്പും കൊണ്ട് ആദ്യം പ്രാക്ടീസ് ചെയ്യാൻ പറയും. അങ്ങനെ മ്യൂസിക്കിനനുസരിച്ച് ഇവരുടെ പെയർ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും പഴയതുപോലെ നിൽക്കാൻ പറയും. അങ്ങനെ അതും പറഞ്ഞ് സാർ മ്യൂസിക് പ്ലേ ചെയ്യുമ്പോഴാണ് ലിന്നാണ് സന്തോഷത്തിൽ രൂക്ഷയുടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവന് പെട്ടെന്ന് യുവാന്റെ അടുത്തേക്ക് ചെന്ന് നൈസിന് അവന്റെ അടുത്ത് നിന്ന് ഷൗമി അങ്ങ് വാങ്ങിക്കും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ പെയർ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതോടെ ഷൗമിയാണ് ഷോക്കായി. മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എന്തിനാണ് എന്നെ വിളിച്ചെന്ന് പറഞ്ഞ് അവളും കുറച്ച് നാണിച്ചൊക്കെ ഇരിക്കും. അപ്പോഴാണ് അവന് ലിന്നോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇവളുടെ കൂടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കും. ഇതേസമയം യുവാനും കുറച്ച് വിഷമിച്ച് ലിന്റെ കൂടെ ഡാൻസ് കളിക്കുമ്പോഴാണ് അടുത്ത എല്ലാവരും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഇവന് ഷൗമിയുടെ കൈ പിടിക്കാൻ നോക്കും. പക്ഷെ രൂക്ഷി അപ്പോഴും ലിന്റെ കൈ പിടിക്കാതെ ഷൗമിയെ കൊണ്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത്. അതോടെ അവളാണ് ദേഷ്യത്തിൽ എന്റെ പേര് യുവാനാണെന്ന് പറഞ്ഞ് അവനെ വഴക്കറയും. പക്ഷെ അവനാണ് എനിക്ക് നിന്റെ കൂടെ ഡാൻസ് കളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവളെ പോകാൻ സമ്മതിക്കത്തില്ല. ഇതോടെ ഷൗമി അവനൊരു ചവിട്ട് എടുത്തിട്ട് അടുത്ത യുവാന്റെ കൈ പിടിക്കാൻ നോക്കുമ്പോൾ അപ്പോഴും രൂക്ഷി അവളെ വിടാതെ വീണ്ടും അവളോട് ഡാൻസ് കളിച്ചോണ്ടിരിക്കും. ഇതേസമയം ലിന്നും ഇവൻ ഡാൻസ് കളിക്കാൻ വരാത്തോണ്ട് യുവാന്റെ കൂടെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുമ്പോൾ അവന്റെ കൂട്ടുകാരിയാണ് യുവാന്റെ കൂടെ ഡാൻസ് കളിക്കാൻ നോക്കിയിരുന്നത്. അതുകൊണ്ട് ഈ ചാൻസ് യൂസ് ചെയ്ത് അവന്റെ കൂടെ ഡാൻസ് കളിക്കും. അതേസമയം ഇവിടെ ലിൻ മൊത്തത്തിൽ ഒറ്റയ്ക്കായി പോകുമ്പോഴാണ് ഇവളുടെ കൂടെ ഡാൻസ് കളിക്കാൻ യുവാന്റെ കൂട്ടുകാരെ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് അവൾ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവൾ പെടുന്ന സ്ലിപ്പായി അവിടെ തന്നെ വീഴും. ഇതോടെ സാർ എല്ലാവരും കൂടെ ചുറ്റി കൂടുമ്പോഴാണ് അവളുടെ കാല് ചെറുതായിട്ട് ഉളുക്കി പോകും. പക്ഷെ അവളൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വീണ്ടും ഡാൻസ് ചെയ്യാൻ വേണ്ടി യുവാന്റെ അടുത്തേക്ക് ചെല്ലും. കാരണം രൂക്ഷയാണ് ഷൗമിയെ വിട്ടുതരുന്നില്ല. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് വരുത്തിരുന്നത്. പിന്നെ ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക. പിന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ
കൂടെ ഷെയർ ചെയ്യുക, അവരും കൂടെ കാണട്ടെ. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Shiv Edits.